അപ്പൊ കേരളം മാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. തൊഴിലുറപ്പ് പദ്ധതി നല്ല വൃത്തിയാവണ്ണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ 100% കേന്ദ്രത്തിന്റെ വിഹിതം 60% വെട്ടിക്കുറച്ച കേന്ദ്രത്തിന്റെ മാതൃകയിലേക്കാണോ കേരളം മാറേണ്ടത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. സമഗ്ര ശിക്ഷാഭിയാന്റെ ഭാഗമായി 1142 കോടി കിട്ടാത്ത കേന്ദ്ര സർക്കാരിന്റെ പോളിസിയിലേക്കാണോ കേരളം മാറേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഗുജറാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും കുറച്ച് പട്ടിണിക്കാരുള്ള ഒരു നാടാണ് കേരളം. പട്ടിണിക്കുറവുള്ള ഒരു നാടെടുത്ത് നോക്കിയാൽ 16ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണമോ, പട്ടിണി നിർമ്മാർജ്ജനം നടത്തിയ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം തുടരണമോ എന്നുള്ള ആണ് ചോദ്യം. 2, സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം അതേ നിലയിൽ തുടരണോ അതോ 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണോ എന്നതാണ് ചോദ്യം. ശിശുമരണ നിരക്കിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 17ാം സ്ഥാനത്തേക്ക് താഴണോ മാറണോ എന്നതാണ് ചോദ്യം. ശുചിത്വ സൗകര്യത്തിന്റെ കാര്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 18ാം സ്ഥാനമുള്ള ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. ഈ കേരളത്തിൽ നടത്തിയ PSC നിയമനങ്ങളിൽ 80 മൊത്തം PSC നിയമനങ്ങൾ എടുത്തു നോക്കിയാൽ രാജ്യത്തെ മൊത്തം PSCകളിൽ നടത്തിയ നിയമനത്തിന്റെ 80% കേരളത്തിൽ നടത്തിയ കേരളമായി തുടരണമോ, 10% പോലും കേരളത്തിന്റെ അത്ര PSC നിയമനം നടത്താത്ത ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളം തുടരുമ്പോൾ പവർ കട്ടുള്ള സംസ്ഥാനമായി കേരളം മാറണമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് കേരളം പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന തിരിച്ചുള്ള ചോദ്യം.